ഫ്രണ്ട്സ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂളിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ബുക്കൊക്കെ പൊതിയുന്ന ഒരു ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പൊതിഞ്ഞ ഒരു ബുക്കാണ്. എല്ലാ പ്രാവശ്യവും അമ്മയാണ് പൊതിയുന്നത്, അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പൊതിയാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്രയും ബുക്ക് പൊതിയാനുണ്ട്. ഞാനിപ്പോൾ ഒരു ബുക്ക് പൊതിയാ. ഇത് ഞാൻ മലയാളം ഫസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ വെച്ചേക്കുന്ന ബുക്ക്. അപ്പോൾ നമുക്കിത് പൊതിയാം. ഫസ്റ്റ് ബുക്ക് നമുക്ക് പൊതിയാൻ പറ്റുന്ന ആ ഒരളവിൽ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഈ അളവിനാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരളവിലാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ വെക്കുന്നത് ഇങ്ങനെ വരും. അപ്പം അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് വെട്ടാവുന്നതാണ്. അപ്പം ഈ ബുക്ക് പൊതിയുന്നത് ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ബുക്ക് പൊതിയുന്നത്. ഏതോ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ബുക്ക് പൊതിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇത് തീരാറായി. രണ്ട് ബുക്കെങ്കിലും മിനിമം പൊതിയാൻ പറ്റുമായിരിക്കും. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ ഹോൾഡ് ചെയ്യണം. ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഇതൂട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാം. അപ്പോൾ ഇതൂട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അടുത്ത് നമുക്ക് സ്റ്റാപ്ലർ എടുത്തിട്ട് അടിക്കണം. ഈ സൈഡിലായിട്ടുണ്ട്, ഈ ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടാണ് കേട്ടോ സ്റ്റാപ്ലർ അടിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇവിടെയാണ് കേട്ടോ സ്റ്റാപ്ലർ അടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പുറ സൈഡും കൂടെ അതുകൊണ്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ രണ്ട് സൈഡാണ് ചെയ്യാനുള്ളത്. അപ്പം ഇവിടെയും കൂടെ അതുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെയും കൂടെ അങ്ങനെ ഹോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ ഹോൾഡ് ചെയ്തു. ഇനി ഇവിടെ ആയിട്ടാണ്, ഇവിടെ ഇച്ചിരി അധികമായിപ്പോയി, അവിടെ വെട്ടിക്കളയണം. അപ്പോൾ നമുക്ക് വെട്ടിക്കളയാതെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെട്ടിക്കളയാതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും വെച്ച് വെട്ടിക്കളയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ സൈഡ് ആദ്യം ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സൈഡാണ് കേട്ടോ ഹോൾഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മുറിക്കുന്നത്. നമുക്ക് ഇങ്ങനെ മുറിക്കാം. ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഞാൻ മുറിച്ചിട്ടുള്ളത്. അത് നമുക്കിനി അകത്തോട്ട് ഹോൾഡ് ചെയ്യാം. ഇതൂട്ട് ഇനി നമുക്ക് ഇവിടെ സ്റ്റാപ്ലർ അടിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. ഇനി നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യണം. ഈ ഭാഗത്ത് നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് നമുക്ക് ഇവിടെയും കൂടെ സ്റ്റാപ്ലർ അടിക്കണം. ഈ രണ്ട് മൂല വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ സ്റ്റാപ്ലർ അടിക്കാൻ പോകുന്നത്. ഞാൻ ഇതോട്ടാണ് സ്റ്റാപ്ലർ അടിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് ഈ ഭാഗത്ത് കൂടെ ഹോൾഡ് ചെയ്യാതെയാണ് അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് പൊതിഞ്ഞു. അങ്ങനെ നല്ല വൃത്തിക്കാണ് കേട്ടോ പൊതിഞ്ഞിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പൊതിഞ്ഞിരിക്കുന്നു. അടുത്തത് നമുക്ക് നെയിം സ്ലിപ്പ് ഒട്ടിക്കാം. ഞാൻ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ നെയിം സ്ലിപ്പ് ഒട്ടിക്കാൻ പോകുന്നത്. ഇതാണ് ഞാൻ ഒട്ടിക്കുന്ന നെയിം സ്ലിപ്പ്. ഒരു കണലിൽ ഒരു മന്ദാരം ഉണ്ടായിരുന്നു. ഇന്നങ്ങ് തീ പോലെ നിൽക്കുക. ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര ചൂട്. തീ കത്തി എരിയുന്നവരുള്ള ചൂട്. ചിലപ്പോ ഇന്ന് മഴ കാണും. വൈകിട്ടാണോ പോകേണ്ടത്? നമുക്കിനി ഇവിടെ നെയിം എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ പേരെഴുതി. അപ്പോൾ ഞാൻ പേരെഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ്
സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ, സബ്ജക്റ്റ്, റോൾ നമ്പർ, സ്കൂള്. അപ്പം ഞാൻ സ്റ്റാൻഡേർഡും സെക്ഷനും സബ്ജക്റ്റും സ്കൂളും മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പം ദേ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.